മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇന്നും ചായ എടുപ്പോടുകൂടിയാട്ടോ ഒരു ദിവസം ആരംഭിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാട്ടോ. ഇന്ന് നമ്മൾ പൂച്ചെടികളൊക്കെ ഇല്ലേ, പൂച്ചെടിയല്ല കേട്ടോ, പൂവില്ലാത്ത നമ്മുടെ തലാത്തിയ വെറൈറ്റി എന്ന് പറയുന്ന അഗ്ലോണിയ തുടങ്ങിയ ചെടികളൊക്കെ ഒന്ന് പിരിച്ചു വെക്കുക കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോയും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം രാവിലെ നമ്മൾ ചായയൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ രാവിലെ ഇതും മാറ്റി വയ്ക്കേണ്ടതുകൊണ്ട് നമ്മൾ ഈ ചായ എടുപ്പും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 3 കപ്പ് ചായ നമുക്ക് 3 പേർക്കും ഇവിടെ എടുത്ത് വെച്ചേക്കുക. അപ്പോൾ അരിമാവൊക്കെ പിന്നെ ഇത് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച് ഇച്ചിരി താമസിച്ച് പോയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കാൻ പുളിക്കാതിരിക്കാൻ എടുത്ത് വെച്ചാട്ടോ അരച്ച ഉടനെ. എന്നിട്ട് ഒരു സന്ധ്യയാകുമ്പോൾ ഒന്ന് പുറത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ രാത്രിയായപ്പോഴും മറന്നുപോയി. പിന്നെ ഞാൻ നേരം പുലച്ചയ്ക്കാട്ടോ ഇതെടുത്ത് പുറത്ത് വെച്ച്. എങ്കിലും ഇത് നല്ലോണം പാകമായിട്ടോ എടുത്ത് പുറത്ത് വെച്ചാലും, അതുകൊണ്ട് ഇച്ചിരി നേരം പുലർന്നേ പിന്നെയാട്ടോ ഇത് നമ്മൾ ചുടാൻ തുടങ്ങിയത്. എങ്കിലും അത് നല്ലോണം നല്ല സോഫ്റ്റായിട്ട് അപ്പോൾ നല്ലോണം പൊന്തി വന്നിരുന്നു കേട്ടോ. അങ്ങനെ അത് മുറ്റത്തടുപ്പി വെച്ചാണ് ചുടുന്നത്. അപ്പം ഇതും ഒക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ചോറ് രാവിലെ വെച്ച് തന്നു കേട്ടോ. നമ്മൾ കുക്കറിൽ വെച്ച് അടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. പിന്നെ ഈ അപ്പമൊക്കെ ചുട്ട് പിന്നെ മീൻകറി കേട്ടോ, തലേദിവസത്തെ മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ കടലക്കറിയൊക്കെ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ കടല. അപ്പോൾ ഈ കടലക്കറി അപ്പോൾ ആട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ചായയും. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ചൂതമീനായിരുന്നു കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ കടലയിലേക്ക് വേണ്ടുന്ന ആവശ്യമായ ഇൻഗ്രീഡിയൻസും പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തുവേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഓൺലൈനിൽ മേടിച്ചാട്ടോ ഒരു ലഞ്ച് ബോക്സ്. പക്ഷേ അത് തീരെ ചെറുതാട്ടോ. കറികളൊക്കെ എല്ലാം വെച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. ഒരു ചെറിയ ഒരു ടിഫിൻ ബോക്സ് ആയിട്ടോ. അപ്പം ഇത് കുക്കറിൽ നിന്ന് ഇങ്ങനെ ചീറ്റിപ്പോൾ അവിടെ മുഴുവൻ തെറിക്കുക. ഞാൻ അതിന് അവിടെ പേപ്പർ വെച്ചിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പേപ്പർ അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ പേപ്പർ ഒഴിവാക്കിയത്. പക്ഷേ അതെനിക്കിപ്പോൾ 8ൻ്റെ പണിയാണ്. ഏത് നേരം ഭിത്തിയിലേക്ക് ഇങ്ങനെ ചീറ്റുന്നുണ്ട് കേട്ടോ കുക്കറിൽ നിന്ന്. അതിങ്ങനെ തുടച്ച് കളയണേ. ഞാൻ പിന്നെ അന്നേരം അത് ചീറ്റുമ്പോഴേ അതങ്ങ് തുടയ്ക്കും കേട്ടോ, അല്ലെങ്കിൽ അവിടെ പാട് പിടിക്കുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് കണ്ടില്ലേ, കടലയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിന് ലേശം തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് കുറച്ച് ഊറി ഇരിപ്പുണ്ട് കേട്ടോ. അതുകൂടി ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അമ്മ വന്നിട്ട് ഉപ്പ് നോക്കാൻ വന്ന കേട്ടോ. പിന്നെ അമ്മ തന്നെയാണേ അത് കടുക് പൊട്ടിച്ച് തന്നതുവേ. ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാട്ടോ. പിന്നെ കറിവേപ്പില എടുക്കാൻ പോകേണ്ടതുകൊണ്ട് നമ്മുടെ കറിവേപ്പില ഉണ്ട്, മരത്തിലുണ്ട്. എങ്കിലും എടുക്കാൻ അപ്പോഴാണ് ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ കറിവേപ്പില എടുത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞ് കറിവേപ്പില വേണ്ട, ഉള്ളി മൂപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉള്ളി മൂപ്പിച്ചിട്ടതുള്ളേ. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി. പിന്നെ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചൊന്ന് കഴിക്കാമെന്ന് അമ്മയുടെ ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട്. കറി എങ്ങനെയുണ്ട് കോമ്പിനേഷൻ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ ചുട്ടപടി തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ മുറ്റത്തുനിന്ന് അപ്പത്തിൽ മുക്കുക, അപ്പം കറിയിൽ മുക്കുക, കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഭാര ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായ അപ്പവേ. പിന്നെ അമ്മയാട്ടോ കഴിച്ച് നോക്കുന്നത്. ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാട്ടോ. നല്ല രുചിയാണ്, നല്ല രസമുള്ള അപ്പം. ഇന്നത്തെ അപ്പം നല്ലോണം നന്നായി, കറിയും മോശമില്ല. ചുട്ടോടത്ത് നിന്ന് കഴിക്കുമ്പോഴുള്ളൊരു രുചിയിലെ ചൂടോടെ നല്ല ചൂടും നല്ല രുചി. സൂപ്പർ സൂപ്പർ സൂപ്പർ. നാളെ അപ്പം ചുട്ടാൽ മതി. പ്രമേഹം എന്നും അപ്പം നിന്നത്തില്ല. പ്രമേഹം എന്ന് അപ്പം ചെന്നാൽ പ്രമേഹം കൂടും. മധുരമൊന്നും ഇല്ലല്ലോ.
മധുരം പച്ചരി. ഇനി നമുക്ക് ചെടി നടലിലേക്ക് പോകാം കേട്ടോ. അടുത്ത അതിനായിട്ടുള്ള കരികല, മണ്ണ്, ഓട്ട ഉണ്ടെന്നേ, ഓട്ട ഇതിനൊക്കെ ഉണ്ട്. ഉണ്ടെന്നതല്ലേ ഞാൻ പറഞ്ഞത്. ആ ചാണകപ്പൊടി ഒന്നും പൊക്കില്ല, അതെല്ലാത്തിനും കൊള്ളിയിട്ടില്ല. അതങ്ങനെ ചേർന്നോളൂ. അപ്പോൾ ഇത് അടുത്ത വീട്ടിലെ നമ്മുടെ പിങ്കി മോളാട്ടോ. അവൾ നമ്മുടെ പീറ്റുവിനെ കാണാൻ വരുന്ന കേട്ടോ. പിന്നെ അവൾ നേരെ പീറ്റുവിൻ്റെ അടുത്ത് പോയി. അവിടെ കിടന്ന് ഭയങ്കര ബഹളം കേട്ടോ. അത് ചട്ടിയൊക്കെ മണ്ണിടുക, കുറച്ച് മണ്ണിടുക. പിന്നെ ഇതില്ലേ, ഇതാ ജൈവവളം കേട്ടോ. നമ്മുടെ ജൈവ സംഭരണിയിലെ ഇത് മുട്ടത്തോട് നോക്കിക്ക്, പയറിൻ്റെ ഇത്, പിന്നെ എല്ലാ ഭക്ഷണമൊക്കെ, എല്ലാ അവശിഷ്ടങ്ങളൊക്കെ ദ്രവിച്ച് ചേർന്ന പൊടിയാണ് കേട്ടോ. നല്ല അതുകൊണ്ടാട്ടോ ഞങ്ങൾ ചകിരിച്ചോറിടാത്തത്. അപ്പോൾ ഇത് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് ഡൈജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. ഇതുകൊണ്ട് നല്ല സൂപ്പർ അരിച്ച പോലത്തെ നല്ല മണ്ണാട്ടോ. ഇത് എവിടെ നിന്ന് കിട്ടും ഇത്രയും നല്ല മണ്ണ്? ഇതിവിടെ JCB വന്ന് മണ്ണ് മാന്തിയപ്പോൾ എടുത്ത മണ്ണാട്ടോ. അപ്പോൾ ആ മണ്ണ് ഇച്ചിരി ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മണ്ണിലുണ്ടാകുന്ന ചെടിക്ക് എന്തായിരിക്കില്ലേ അമ്മ രസം? എന്ത് രസമായിരിക്കും അല്ലേ? അത്ര ഫലപുഷ്ടിയുള്ള മണ്ണാട്ടോ. ഇനി അതിലേക്ക് ഇച്ചിരി ചാണകപ്പൊടി ഇട്ടേമേ. ചാണകപ്പൊടി, ചാണകപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് മണ്ണിട്ടു. തട്ട് തട്ടായിട്ടോ. അപ്പോഴത്തേക്കും പാത്രം നിറഞ്ഞു. ഇനി കുറച്ച് ചാണകപ്പൊടി ഇട്ട് ലെയറായിട്ട് ഒരു ലേശം തൂക്കിട്ട് ഇത് അമങ്ങും കേട്ടോ. ഇത് വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങോട്ട് താഴേക്ക് താഴെ എന്ന് വെച്ചാൽ അടി കരികിലല്ലേ, അപ്പോൾ കുറച്ച് അമങ്ങും കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ അടി കരികിലൊന്ന് ഒതുങ്ങുമ്പോഴത്തേക്കും പിന്നെ ഒരു ലെയർ മണ്ണൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വേര് പിടിക്കാൻ എന്തായാലും മണ്ണാണല്ലോ മുകളിൽ വേണ്ടേ. കണ്ടില്ലേ ഈ ഒരു കണ്ടീഷൻ കേട്ടോ. കണ്ടില്ലേ അമ്മ നിറയ്ക്കുന്നത് അതുപോലെ കേട്ടോ.
ലെയറായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി, മണ്ണ്, ഇത് ഇങ്ങനെ. ഇനി ഒരു ചട്ടി കൂട്ടി നിറയ്ക്കുക കേട്ടോ. പച്ചില ഇട്ട് കൊടുക്കാം. പിന്നെ ഞങ്ങൾ പച്ചില ഇട്ടില്ല കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ഞങ്ങൾ പച്ചില ഇട്ടില്ല കേട്ടോ. പച്ചില വേണേലും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതാണ് പച്ചിലയും കൂടി ദ്രവിച്ച് ചേരുമ്പോൾ. കരികില ഇട്ടു, ചാണകപ്പൊടി ഇട്ടു, ചാണകപ്പൊടിയെ മണ്ണിട്ട് കൊടുത്തു. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നല്ല സമ്പുഷ്ടമായ വളമാട്ടോ. ജൈവസംഭരണിയിൽ നിന്ന് കിട്ടിയതാട്ടോ. എത്ര കാലം വേണമെങ്കിലും ഇതിൻ്റെ വളക്കൂറ് നിലനിൽക്കും. ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ മീൻ്റെയും ഇറച്ചി കഴുകുന്നത്, മീൻ കഴുകുന്നത്, മുട്ട, വേണ്ടുന്ന എല്ലാ പച്ചക്കറിയുടെയും എല്ലാം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണും ഇതും ഒക്കെ കൂടി ചേരുമ്പോൾ ചെടികൾക്ക് ആവശ്യത്തിനുള്ള വളമുണ്ട് കേട്ടോ. ഓ, എന്ത് രസമല്ലേ ഈ മണ്ണ്. നല്ല കണ്ടില്ലേ മണ്ണ്, എന്ത് നല്ല മണ്ണാന്ന് നോക്ക്. അപ്പോൾ ഈ മണ്ണ് ഈ ചെടിയുടെ വളർച്ചയ്ക്ക്, ഇതിലെന്തൊരു ചെടി നട്ട എങ്ങനെ ഇരിക്കൂലേ അമ്മേ? ചെടി നട്ടിട്ട് കാണിച്ചു കൊടുക്കാം. ചെടി നട്ടിനും പൂവുണ്ടാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നട്ട ചെടികളാണ്, കണ്ടില്ലേ നമ്മുടെ ചെടികളൊക്കെ കണ്ടില്ലേ നിൽക്കുന്നേ, ഒക്കെ നമ്മളങ്ങനെ നട്ട ചെടികളാണ് കേട്ടോ. ഇവർക്കൊക്കെ ഇതുവരെ നമ്മൾ പിന്നെ ഒരു പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. കണ്ടില്ലോ, ഇതൊക്കെ നമ്മളങ്ങനെ നട്ടതാ, ഒറ്റ നടിയിൽ തന്നെ ഇതിങ്ങനെ. പിന്നെ ഇതിന്നാൾ ഞാൻ കാട്ടിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് വന്ന കേട്ടോ. അതവിടെ കൊണ്ടുപോയി വെച്ചാൽ അത് നടണം കണ്ടോ. പിന്നെ ഇങ്ങനെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുവേ. അതിന് കൊണ്ടുവന്ന കേട്ടോ പുഴയിൽ നിന്നുള്ള കല്ലുകൾ കണ്ടില്ലേ. ഇത് നാൾ പുഴയിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു ചെടി ഡെക്കറേറ്റ് കൂടി ചെയ്യുന്ന കാണിച്ചു തരാവേ. ഇതൊക്കെ അങ്ങനെ നിറച്ച് വെച്ചത് കേട്ടോ. ചെടിച്ചട്ടികളെല്ലാം നമ്മുടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഈ സാധനം ഇനി ഉണ്ടല്ലോ നമ്മുടെ ഒരു മത്തൻ്റെ ഇട്ടതായിരുന്നു. ഇത് മാത്രം എന്നാണ് ദ്രവിക്കാത്ത മത്തൻ്റെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇത്തരത്തിൽ ചെടി നിറച്ച് ഇങ്ങനെ ഈ രീതിയിൽ ചെടി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിറച്ച് കണ്ടില്ലേ, എത്ര ചട്ടികളാ ഇങ്ങനെ മാറ്റി വയ്ക്കാതെ. ഇങ്ങനെ കണ്ടോന്നേ, ചാണകപ്പൊടി അണങ്ങിയിട്ടില്ല. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലൊക്കെ നടാൻ ഇഷ്ടം പോലെ ചാണകപ്പൊടി എടുക്കുന്നത് നല്ലത്. ഇനി നമ്മൾ ഒത്തിരി ചെടി നടാനുള്ള എന്തോരം മണ്ണുമുണ്ട്, ചാണകപ്പൊടിയുണ്ട്. അപ്പോൾ ഇനി എന്തായിരിക്കും കാര്യം? ഇനി നമ്മൾ ചെടി ഇഷ്ടം പോലെ വരാനുണ്ടെന്നാ. സദ്യക്ക് ഇല ഒഴിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? സദ്യക്ക് ഇലകളും ഭക്ഷണമൊക്കെ ഒരുപാട് ഒഴിവായി കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞേ ഇനി ഒരു സദ്യയും കൂടി നടത്താനുണ്ടെന്നാ കേട്ടോ. അപ്പം ഇനി അടുത്ത് തന്നെ അന്ന് പറഞ്ഞാൽ നമുക്കും ഇനി അടുത്ത് തന്നെ ഒരു ചെടി നടലുകൂടി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ചെടി നടലിൻ്റെ വീഡിയോയും ചെടി നടുന്നത് എങ്ങനെയാണ് ചെടി. ഇനി ഇത് പിരിച്ചു വയ്ക്കുന്നത് കാണിക്കണം. എടുക്കുന്നത് മാത്രം പറയും, ഇനി ഇത് പിരിച്ചു വയ്ക്കേണ്ടതുണ്ടല്ലോ. നമുക്കന്നേരം പിരിച്ചു വയ്ക്കിലേക്ക് പോകാം. ഇല്ലേ അമ്മേ? ഇനി നമുക്ക് ചെടി പിരിച്ചു വയ്ക്കുന്ന എടുക്കണ്ടേ? ഇതൊക്കെ ഇപ്പോൾ വളമൊക്കെ ഇട്ട് എല്ലാം മാറ്റി വെച്ചു. ഇനി ചെടി എല്ലാം
ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഒരു ചോട് അടർത്ത എവിടുന്ന എടുക്കുന്നത് നോക്കട്ടെ. ഇത് വേർപ്പെടുത്തി വെച്ചേക്കുന്ന കേട്ടോ നമ്മുടെ ഓരോ കലാത്തിയ സുന്ദരികളില്ലേ കേട്ടോ. വേറെയും സുന്ദരികളെ പിടിക്കാനുണ്ട്. നല്ല സുന്ദരി കുട്ടികളാ, സുന്ദരി മണികൾ, ചെടികൾ. എന്ത് രസമാണ് കാണാമെന്നറിയാവോ.